Hello guys, welcome back to my channel. It's Chuko Chan. Hello guys, welcome back to my channel. It's Chuko Chan. ഇത് നമ്മുടെ മല്ലു ഒട്ടാക്കു സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണ്, സെക്കൻഡ് എപ്പിസോഡ് ആണ്. ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ജൂലൈ മാസം ഇറങ്ങിയ ന്യൂ ആനിമേസ് ദാറ്റ് ആർ കറന്റ്ലി ഓൺഗോയിങ്. അത് ഓൺഗോയിങ് ആയിട്ട് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആനിമയാണ്. അത് മാത്രമല്ല ഈ ആനിമേസ് ഒക്കെ വർത്ത് വാച്ചിങ് ആണ്. 100% റെക്കമെൻഡഡ് ബൈ യുവർ ഓൺ ജിക്കോ ചാനൽ. ആദ്യത്തെ ആനിമെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിന്റെ പേര് ഫ്രേഗ്രന്റ് ഫ്ലവർ ബ്ലൂംസ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒരു ആനിമയാണ്. ജൂലൈ 13 റിലീസ് ആവാൻ തുടങ്ങിയ ഒരു ആനിമയാണ്. 2025 ജൂലൈ 13 റിലീസ് ആവാൻ തുടങ്ങി. നെറ്റ്ഫ്ലിക്സിലും ക്രഞ്ചി റോളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ആനിമയാണ്. എല്ലാ ഞായറാഴ്ചയാണ് ഇതിന്റെ ഓരോ പുതിയ എപ്പിസോഡ് റിലീസ് ആവുന്നത്. ഇതൊരു റൊമാൻറ്റിക് ആനിമയാണ്. സോ നിങ്ങൾക്ക് റൊമാൻസ് ഇഷ്ടമാണ്, അതേപോലെ ആനിമയെ കാണുന്നതിൽ നിങ്ങളൊരു ബിഗിനർ ലെവലിലാണ് എത്തിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ആനിമെ ആയിരിക്കും ഫ്രേഗ്രന്റ് ഫ്ലവർ ബ്ലൂംസ് വിത്ത് ഡിഗ്നിറ്റി എന്ന ആനിമെ. സോ ബേസിക്കലി ഈ ആനിമയുടെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും 2 സ്കൂളുണ്ട്, ചിഡോറി ആൻഡ് കിക്കിയോ. ഇതിൽ ഒരു സ്കൂള് ഓൾ ബോയ്സ് സ്കൂളാണ്. അത് ഇത്തിരി മിഡിൽ ക്ലാസ് ലെവൽ ഫാമിലിയിൽ നിന്ന് വരുന്ന ചെക്കന്മാർ പഠിക്കുന്ന സ്കൂളാണ്. എന്നാൽ അപ്പുറത്തെ സ്കൂൾ ഒരു മതിലിന്റെ ഡിഫറൻസ് മാത്രമാണ് കേട്ടോ ഈ സ്കൂളിന്റെ ഇടയിൽ. അപ്പുറത്തെ സ്കൂൾ ഓൾ ഗേൾസ് സ്കൂളാണ്. ഇച്ചിരി ഹൈ ക്ലാസ് ഫാമിലീസ് നിന്ന് വരുന്ന പെൺപിള്ളേർ പഠിക്കുന്ന ഒരു സ്കൂളാണ് അപ്പുറത്തെ സ്കൂൾ. സോ ബേസിക്കലി ഇവിടുത്തെ നടൻ എന്ന് പറയുന്നത് നമ്മുടെ റിൻതാറോ എന്ന് പറയുന്ന ചെക്കനും വാഗുരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമാണ്. സോ ഇവർ രണ്ടുപേരും അപ്പുറത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്. സോ വർഷങ്ങളായി ജനറേഷൻസ് ആയി ഈ 2 സ്കൂളുകളും തമ്മിൽ അടിയാണ്. ഇപ്പുറത്തെ സ്കൂളുകാർ അപ്പുറത്തുകാരോട് മിണ്ടാൻ പാടില്ല, അപ്പുറത്തെ സ്കൂളുകാർക്ക് ഇപ്പുറത്തുകാരോട് മിണ്ടാൻ പാടില്ല, അവർക്ക് ജാടയാണ്, അവര് ചീപ്പാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരുടെ ഇടയിൽ ഒരു അൺസ്പോക്കൺ റൂൾ ഉണ്ട്, തമ്മിൽ സംസാരിക്കാൻ പാടില്ല. ബട്ട് ദ ഫണി തിങ് ഇസ് ദാറ്റ് നമ്മുടെ നടനും നടിയും അപ്പുറത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്. അവർ തമ്മിൽ എങ്ങനെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ആവും? ഇത്രയും ടബൂസും ഇത്രയും അൺസ്പോക്കൺ റൂൾസ് ഒക്കെ ഉള്ള സമയത്ത് എങ്ങനെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും? എങ്ങനെയായിരിക്കും ഈ കഥ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഈ ആനിമേനെ റിവോൾവ് ചെയ്യുന്ന സ്റ്റോറി പ്ലോട്ട്. സോ ബേസിക്കലി എനിക്ക് ഈ ആനിമെ ഭയങ്കര സട്ടിൽ പേസിൽ പോകുന്ന പോലെയാണ് തോന്നിയത്. ഭയങ്കര ഫാസ്റ്റും ഇല്ല, ഭയങ്കര ലാഗ് അടിച്ച് ഫില്ലർ എപ്പിസോഡ് അങ്ങനെയൊന്നുമില്ല. വളരെ കാം സ്വീറ്റ് ആയിട്ട് പോകുന്നു. അതേ കൂടെ തന്നെ പവർഫുൾ ഇമോഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ആനിമെ ആയിട്ടാണ് തോന്നിയത്. സോ ബേസിക്കലി പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഈ ആനിമയ്ക്ക് ഒരു 8.5 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നു. കാരണം എനിക്ക് ഒരുപാട് ഒരു ഹാർട്ട് വാർമിംഗ് ഫീൽ ആണ് എനിക്ക് ആ ആനിമയിൽ നിന്ന് കിട്ടിയത്. സോ ബേസിക്കലി ഐ വുഡ് റിയലി റെക്കമെൻഡ് യു ഗൈസ് ടു വാച്ച് ദാറ്റ് ആനിമെ. നെറ്റ്ഫ്ലിക്സിലും ക്രഞ്ചി റോളിലും അവൈലബിൾ ആണ്. സോ പിന്നെ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഫ്രേഗ്രന്റ് ഫ്ലവർ ബ്ലൂംസ് വിത്ത് ഡിഗ്നിറ്റി ഭയങ്കര ഇഷ്ടമായി, ബട്ട് അതിന്റെ കൂടെ തന്നെ അതേപോലത്തെ ആനിമെ ബിഞ്ച് വാച്ച് ചെയ്യണം, ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആനിമെ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്ലൂ ബോക്സ്, കഴിഞ്ഞ വർഷം ഇറങ്ങിയ ബ്ലൂ ബോക്സ് ഇതുപോലെ റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ പടത്ത ഹൊറീമിയ എന്ന് പറയുന്ന ഒരു ആനിമയും കൂടെ ഉണ്ട്. സോ ഈ ആനിമേസും പിന്നെ ഒരു ഗാലക്സി നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്ന ആനിമയൊക്കെ ഈ ആനിമേസിന്റെ പ്ലോട്ട് ആയിട്ട് നല്ല സിമിലർ ആണ്. സോ ഐ തിങ്ക് യു ജസ്റ്റ് need to watch those animes. നെക്സ്റ്റ് ആനിമെ എന്ന് പറയുന്നത് മുൻപ് സംസാരിച്ച ആനിമെ പോലെയേ അല്ല. The anime's name is The Summer Hikaru Died. So basically it's a horror anime. ഇച്ചിരി സൈക്കോളജിക്കൽ ഹൊറർ ആസ്പെക്ട്സ് ഒക്കെ വരുന്ന ഒരു ആനിമയാണ് ഈ ആനിമെ The Summer Hikaru Died. അപ്പോൾ ഇത് ജൂലൈ 5 റിലീസ് ആവാൻ തുടങ്ങിയത്. എല്ലാ സാറ്റർഡേസ് ആണ് ഇവരുടെ എപ്പിസോഡ്സ് റിലീസ് ആവുന്നത്. നെറ്റ്ഫ്ലിക്സിലും ക്രഞ്ചി റോളിലും ഇത് അവൈലബിൾ ആണ്. അപ്പൊ ഈ കഥയുടെ ഈ ആനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് യോഷിക്കി എന്ന് പറയുന്ന ഒരു ചെറുക്കൻ, അതാണ് നടൻ. പിന്നെ ആളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഹിക്കാറു എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഇവർ ഈ 2 ചെക്കന്മാരും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. ഇവർ രണ്ടുപേരും ഒരു കുഞ്ഞു ജാപ്പനീസ് വില്ലേജ്, ഒരു ബ്യൂട്ടിഫുൾ എസ്തെറ്റിക് വില്ലേജിൽ നിന്ന് വളർന്ന് വലുതായ 2 ഹൈസ്കൂൾ സ്റ്റുഡൻസിന്റെ കഥയാണ്. ഇതിലെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ഓക്കെ, ഫൈൻ, ബ്യൂട്ടിഫുൾ, നൈസ്, സ്വീറ്റ്. പക്ഷെ പിന്നെ എങ്ങനെ ഇത് ഹൊറർ ആനിമെ ആവുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ആക്ച്വലി ഈ ഒരു വില്ലേജില് കുറച്ച് റിച്വൽസ് നടക്കുന്നുണ്ട്. കുറച്ച് മൗണ്ടൻ ഗോഡ്സിനൊക്കെ കുറച്ച് ഡെവലിഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു തരം റിച്വൽസ് ഒക്കെ ഈ ഒരു വില്ലേജിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വില്ലേജിൽ ചർച്ചസ് ഒന്നുമില്ല, ആകെ ഒരൊറ്റ ഷ്രൈൻ മാത്രമേ ഉള്ളൂ. സോ ബേസിക്കലി ഹിക്കാറുടെ ഫാമിലിയാണ് ഈ റിച്വൽസ് ഒക്കെ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. സോ വൺ ഫൈൻ ഡേ, ഒരു സമ്മർ ഡേയില് ഹിക്കാറു എന്ന് പറയുന്ന ഈ യോഷിക്കിയുടെ കൂട്ടുകാരൻ മൗണ്ടൻ വരെ ഒന്ന് ഹൈക്ക് ചെയ്ത് പോകുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. കുറെ ആഴ്ചകളായിട്ട് ഹിക്കാറു മിസ്സിംഗ് ആവുന്നുണ്ട്. കുറെ ആഴ്ചകളായിട്ട് ഹിക്കാറുടെ വെയർ അബൌട്ട്സും എവിടെയാണ് ആൾ ഓക്കെയാണ്, ജീവനോടുണ്ടോന്നൊന്നും അറിയാതെ പോകുകയാണ്.
പിന്നെ ഒരു സുപ്രഭാതത്തിൽ ആള് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായി, കംപ്ലീറ്റ്ലി നോർമൽ, ഓക്കെ, എവ്രിബഡി അറൌണ്ട് ഹിം, എല്ലാവർക്കും എന്തോ ഹിക്കാരു തിരിച്ചു വന്നു, ഓക്കെ ആണ്, ആള് കളഞ്ഞു പോയതാണ്, ഫോറസ്റ്റിൽ ആ മൗണ്ടനിൽ കളഞ്ഞു പോയതാണെന്ന് വിചാരിച്ചിരിക്കും. പക്ഷേ ഹിക്കാറുടെ ബോഡിയിൽ വേറൊരു എൻറ്റിറ്റിയാണ് പൊസസ് ചെയ്തിരിക്കുന്നത്. അത് ഹിക്കാറു അല്ല. ഹിക്കാറുടെ മെമ്മറീസ് ഉണ്ട്. ഹിക്കാറു ബിഹേവ് ചെയ്യുന്ന രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. ഹിക്കാറു സംസാരിക്കുന്ന രീതിയും ഹിക്കാറുടെ ഇഷ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതിന് ഇഷ്ടം. സോ ബേസിക്കലി ഇറ്റ് ഈസ് പൊസസ്ഡ്, ദ ബോഡി ഈസ് പൊസസ്ഡ് ബൈ ആൻ അനദർ എൻറ്റിറ്റി. ബട്ട് വേറെ ആർക്കും ഇതറിയില്ല. യോഷിക്ക് ഇത് മനസ്സിലാവും, യോഷിക്ക് ഇത് കണ്ടുപിടിക്കും. പിന്നെ എങ്ങനെ യോഷിക്ക് ഈ ഡേഞ്ചറസ് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള ഒരു സ്റ്റോറിയാണ് ഈ ആനിമയിൽ പറയുന്നത്. ബേസിക്കലി ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ചെറുതായിട്ടൊരു BL ആനിമയുടെ ഹിന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓൾദോ റൊമാൻസ് കംപ്ലീറ്റ്ലി ഓപ്പൺ ആക്കുന്നില്ല, ബട്ട് സ്റ്റിൽ ഒരു ബോയ് ലവിന്റെ ആസ്പെക്ട് ഞാൻ കാണുന്നുണ്ട്. സോ നിങ്ങൾ ഈ ആനിമയുടെ മാങ്ക വായിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ് ഡൗൺ വാട്ട് ഡു യു ഫീൽ അബൌട്ട് ദിസ്. സോ എന്റെ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് സമ്മർ ഹിക്കാറു ഡൈഡ്. കാരണം ഇത് നല്ലൊരു ഹൈ റേറ്റിംഗ് ആയിരിക്കും, ബിക്കോസ് വളരെ ഷോർട്ട് സ്പാനിൽ ഒരുപാട് വലിയൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ് ഉണ്ടായത് ഈ ആനിമയിൽ. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു പേഴ്സണലി. സോ ഐ വുഡ് ഗിവ് a 9 out of 10 ഫോർ ദിസ് ആനിമ. ഇറ്റ്സ് റിയലി അമേസിംഗ് ഗൈസ്. അപ്പൊ നിങ്ങളൊരു ബിഗിനർ ആണ്, നിങ്ങൾക്ക് ഹൊറർ ഇഷ്ടമാണ്, ആനിമയിൽ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഇത് തീർച്ചയായും കാണണം. ബിഞ്ച് വാച്ച് ചെയ്യാൻ കഴിയില്ല, ബിക്കോസ് ദിസ് ഇസ് ആൻ ഓൺ ഗോയിങ് ആനിമെ. സോ എല്ലാ ശനിയാഴ്ചയാണ് ഇതിന്റെ ന്യൂ എപ്പിസോഡ് റിലീസ് ആവുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ആനിമെ. സോ നെക്സ്റ്റ് ആനിമെ എന്ന് പറയുന്നത് തോഗൻ അനിക്കി എന്ന് പറയുന്ന ഒരു ആനിമയാണ്. സോ ഇതില് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, എനിക്കെന്തോ പേഴ്സണലി ഇത് ജുജുട്സു കൈസൻ, ടോക്കിയോ ഗൂൾ, ഡീമൺ സ്ലേയർ, പിന്നെ ബ്ലൂ എക്സോർസിസ്റ്റ് എന്നീ ആനിമേസിനെ പോലെ വളരെ സിമിലർ ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു ആനിമ ആയിട്ട് തോന്നി. ബട്ട് സ്റ്റിൽ ദർ വെയർ എ ലോട്ട് ഓഫ് ഡിഫറൻസസ്. ഓഫ് കോഴ്സ് ഇതിൽ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ്, മെയിൻ നടൻ എന്ന് പറയുന്നത് ഷിക്കി ഇച്ചിനോസെ എന്ന് പറയുന്ന ഒരു ചെറുക്കനാണ്. ഈ ചെറുക്കൻ ഭയങ്കര റിബൽ ആയിട്ടുള്ള ഒരു ചെറുക്കനായിട്ടാണ് കാണിക്കുന്നത്. സോ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഒരുപാട് ഡീപ്പായിട്ട് ഈ ആനിമെ പോകുന്നുണ്ട്. എന്താന്ന് വെച്ചാല് ഈ ചെറുക്കൻ ആക്ച്വലി ഓനി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നതാണ്. ഓനി ആർ ബേസിക്കലി ഡീമൻസ്. സോ ഡീമൻസിന്റെ ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു കുഞ്ഞു ബേബി ആയിരുന്നു ഇവൻ. സോ മോമോതാറോ എന്ന് പറയുന്ന ഓനീസിനെ കൊല്ലുന്ന ആൾക്കാരാണ് ഡീമൻസിനെ കൊല്ലുന്ന ആൾക്കാരാണ് മോമോതാറോ. ഓനി എന്ന് പറയുന്നത് ഡീമൻസ് ആണ്. സോ ഈ ഓനിയുടെ ബേബിയാണ് ഈ ഷിക്കി. സോ ബേസിക്കലി ഹീസ് എ ഓനി, ഹീസ് എ ഡീമൻ ബേബി. സോ ആ സമയം ഇരുന്നപ്പോൾ മോമോതാറോ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാള് വന്ന് ഇവനെ ദത്തെടുത്ത് വളർത്തുന്നു. ഈവൻ ദോ ഇറ്റ്സ് എ വെരി ബിഗ് സിൻ ഫ്രം മോമോതാറോ കമ്മ്യൂണിറ്റി. അവരിൽ നിന്ന് വലിയ പാപമാണ് ഒരു ഡീമന്റെ കുഞ്ഞിനെ എടുത്ത് വളർത്തുന്നു. കാരണം അവരുടെ മെയിൻ പർപ്പസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡീമൻസിന്റെ എക്സിസ്റ്റൻസ് ഇല്ലാണ്ടാക്കുന്നതാണ്, ഓനിയുടെ എക്സിസ്റ്റൻസ് ഇല്ലാണ്ടാക്കുന്നതാണ്. ബട്ട് സ്റ്റിൽ ആ മോമോതാറോയിൽ നിന്ന് വന്ന ആ ഒരു ആള് ഈ ഓനിയുടെ ബേബിയായ ഷിക്കീനെ അഡോപ്റ്റ് ചെയ്യുന്നു. പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, പിന്നെ മോമോതാറോ കമ്മ്യൂണിറ്റിയുടെ ആൾക്കാർ വന്ന് ഇവന്റെ ഈ അഡോപ്റ്റഡ് ഫാദറിനെ കൊല്ലുന്നു. അതും ഈ ഷിക്കി ഒരു ടീനേജ് പ്രായമായപ്പോൾ തന്നെ അച്ഛനെ കൊന്നുകളയുന്നു നേരിട്ട് തന്നെ. കണ്ടു കഴിയുമ്പോഴത്തേക്കും ഈ ഷിക്കിയുടെ മനസ്സിൽ ഒരുപാട് റിവെഞ്ച് വരുന്നു, അച്ഛനെ കൊന്ന ആളെ കൊല്ലണം എന്നുള്ളത്. അങ്ങനെ അവനെ ട്രെയിൻ ചെയ്യുന്ന ഒരു ആനിമയാണ് തോഗൻ അനിക്കി. ബേസിക്കലി ഡീമൺ സ്ലെയറിൽ നമ്മൾ ഡീമൺ സ്ലെയറിന്റെ പെർസ്പെക്റ്റീവിലാണ് കഥ പോകുന്നതെങ്കിൽ ഇത് ഡീമൺസിന്റെ പെർസ്പെക്റ്റീവിലാണ് കഥ പോകുന്നത് എന്ന് തന്നെ പറയാം. ഓൾദോ ഇറ്റ്സ് റിയലി നൈസ്, നല്ല ഫൈറ്റ് ഉണ്ട്, നല്ല കൂളാണ്, കാണാൻ നല്ല രസമൊക്കെയാണ്. ബട്ട് ഫോർ മീ ഐ തോട്ട് ഇറ്റ് വാസ് എ റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പ്ലോട്ട് ആയിട്ട് തോന്നി. എല്ലായിടത്തും കാണുന്നത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നതായിട്ട് തോന്നി. സോ ബേസിക്കലി ഞാൻ ഈ ആനിമയ്ക്ക് ഒരു 7 out of 10 കൊടുക്കാൻ ഡിസൈഡ് ചെയ്തു. ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ്സ് സോ വർത്ത് വാച്ചിങ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് കൂൾ, ബിക്കോസ് ദർ ആർ much more better animes that have the similar plot. So basically, if you want to watch, you can watch. It's available in Netflix and Crunchyroll, both of them. Next and last anime of this video is Takopi's Original Sin. ഞാൻ ഈ ആനിമേനെ പറ്റി എന്തെങ്കിലും പറയുന്ന മുന്നേ എനിക്കൊന്ന് ശ്വാസം എടുക്കണം. വലിയ നീണ്ട ശ്വാസം, ദീർഘശ്വാസം എടുത്തിട്ട് എനിക്കിതിൽ പറയാൻ പറ്റും. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഈ ആനിമയുടെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എല്ലാം വന്നത്. ബിക്കോസ് ഐ എക്സ്പെക്ടഡ് ദിസ് സ്വീറ്റ് ആനിമെ ടു ബി എ സ്വീറ്റ് ആനിമെ. ഓക്കെ, എൻ്റെ ആ ഒരു ആർട്ടിസ്റ്റിക് സ്റ്റൈൽ കണ്ടപ്പോൾ ഞാൻ സ്വീറ്റ് കൂൾ ടൈം പാസിന് വേണ്ടി കാണാൻ പറ്റിയ ആനിമയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ബട്ട് ഫസ്റ്റ് എപ്പിസോഡ് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ അതിന്റെ സ്വന്തം ഡയറക്ടർ, ആനിമയുടെ ഡയറക്ടർ ഡിസ്ക്ലെയിമർ കൊടുത്തിരിക്കുക. ഇറ്റ്സ് ഗോണ ബി വെരി ഡിപ്രസീവ്, സൂയിസൈഡൽ ടെംപ്ടേഷൻസ് വരും,
പ്രഗ്നന്റ് ലേഡീസ് കാണാൻ പാടില്ല, സോഫ്റ്റ് ഹാർട്ടഡ് ആൾക്കാർ കാണാൻ പാടില്ല. ഞാൻ എന്താ അത്, ഇതിന്റെ ആവശ്യമുണ്ട്? കുഞ്ഞുക്ക് കൂടിപ്പോയ എന്താ ചെറിയ എന്തെങ്കിലും സൂയിസൈഡലായിട്ട് എന്തെങ്കിലും ഡയലോഗ് ഉണ്ടാവും, അതായിരിക്കും. പക്ഷെ അതല്ലായിരുന്നു. എന്താ 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 അതിൽ സംഭവിക്കുന്നത്? എനിക്ക് കഥ പോലും പറയാൻ പറ്റില്ല, കാരണം കഥ പറഞ്ഞാൽ അത് സ്പോയിലർ ആവും. ആൻഡ് ഐ എം എ വെരി ഗുഡ് ഒതാക്കു ആൻഡ് ഐ നോ ദ അൺസ്പോക്കൺ റൂൾസ്. ഞാൻ പറയാൻ പാടില്ല സ്പോയിലേഴ്സ്, ബട്ട് സ്റ്റിൽ ഐ വോണ്ട് ടു ഗിവ് യു ആൻ ഐഡിയ അബൌട്ട് ദ സ്റ്റോറി പ്ലോട്ട്. അതിന് മുന്നേ ഞാനും പറയാം, നിങ്ങൾ അത്ര പെട്ടെന്ന് ഡിപ്രഷനിലും പെട്ടെന്ന് സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇത് ദയവേത് കാണരുത്. ഓൾദോ എന്റെ പേഴ്സണൽ റേറ്റിംഗ് 10 out of 10 ആണ്. ഈ അനിമൽ സംഭവിക്കുന്നത് കാണിക്കുന്നത് ഇത്ര മാത്രമാണ്. ഡിസ്റ്റർബിങ്ങും ഡിസ്റപ്റ്റീവുമായിട്ടുള്ള ഫാമിലീസും പാരന്റ്സും ഉള്ള കുഞ്ഞു പിള്ളേര് എന്തോരം അതിൽ നിന്ന് എഫക്റ്റ് ആവുന്നുണ്ട്, എന്തോരം മാനിപ്പുലേറ്റീവ് ആകുന്നുണ്ട്, എന്തോരം മാനിപ്പുലേറ്റഡ് ആവുന്നുണ്ട്. ഇതെല്ലാം ടേൺ ഓഫ് ഇവന്റ്സ്, മരണങ്ങൾ സംഭവിക്കുന്നു. ഇങ്ങനെ എനിക്ക് പ്ലീസ് വാച്ച് ഇറ്റ് ആൻഡ് റൂയിൻ യുവർ മെന്റൽ ഹെൽത്ത് ഓൾസോ. ബിക്കോസ് എന്റെ മെന്റൽ ഹെൽത്ത് പോയി, ഈ അനിമയെ കണ്ടപ്പോ പോയി. പക്ഷെ നിങ്ങളിത് കാണണം. You know why. So by the way, Taco Piece Originals in Crunchyroll ആണ് ഞാൻ കണ്ടത്, നെറ്റ്ഫ്ലിക്സിൽ ഇല്ലായിരുന്നു. സോ പ്ലീസ് വാച്ച് ദ അനിമെ ഇഫ് യു ഹാവ് Crunchyroll. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം വേറെ പല രീതിയിൽ നിങ്ങൾക്ക് കാണാം, സോറോ TV അങ്ങനെ പല വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാം. By the way, if you want to ruin your mental health, please give it a watch. Anyways, thanks for watching this video till the end. Thanks for wasting your time with me. Thanks for trying to be a Mallu Otaku with me. Anyways, ലൈക്ക് ചെയ്യണേ ഈ വീഡിയോ. പിന്നെ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇത്ര പിടിക്കാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളോ അഗ്രി ചെയ്യുന്ന കാര്യങ്ങളോ റിജക്ട് ചെയ്യുന്ന കാര്യങ്ങളോ എന്താണെങ്കിലും കമന്റ് ബിലോ. പിന്നെ ഷെയർ ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അവരും മല്ലു ഒത്താക്കൂസ് ആവട്ടെ നിങ്ങളുടെ കൂടെ. ആൻഡ് ബൈ ദ വേ, ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ശുഭദിനം. ജിക്കു ചാൻ signing off.